ദൈവം നമ്മോടൊപ്പമുണ്ട്. നാം വിശ്വസിക്കുന്ന, ഏറ്റുപറയുന്ന ദൈവം വിദൂരത്തിരിക്കുന്ന ഡിസ്റ്റന്റ് ഗോഡ് അല്ല. വിദൂരത്തിരിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ പ്രാർത്ഥനകളോട്, നമ്മുടെ കണ്ണീരിനോട് നിശബ്ദത പാലിക്കുന്ന ഒരു ദൈവമല്ല. ഗോഡ് ഹു കംസ് ഡൗൺ, നമ്മിൽ ഒരാളാകുന്ന ദൈവത്തെയാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഹൃദയം. കർത്താവ് നമുക്ക് ഒരു സെക്കൻഡ് ചാൻസ് തരികയല്ല, മറിച്ച് വീണ്ടും തുടങ്ങുകയാണ്. നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് അവൻ നമ്മെ സുഖപ്പെടുത്തി. ഇനി വേദനയും മുറവിളിയും രോഗവും മരണവും ഇല്ല. കർത്താവ് നമ്മോട് കൂടെ, നാം കർത്താവിൻ്റെ കൂടെ എന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. പേടിക്കാതിരിക്കുക, കർത്താവ് കൂടെയുണ്ട്. തിരുവചനം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. സീനായിൽ ആരംഭിച്ച് ക്രിസ്മസിൽ നമ്മൾ തെളിവോടെ കണ്ട് നിത്യതയോളം നമ്മൾ ആഘോഷിക്കേണ്ട, ഏറ്റുപറയേണ്ട ഒന്ന്, കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ 21 ഞായർ, മംഗളവാർത്താകാലം 4-ാം ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ. 1-ാം വായന പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 2-ാം വായന സഖറിയായുടെ പുസ്തകം 2-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 3-ാം വായന വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും. സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്മസിലേക്ക്, നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാളിലേക്ക് നമ്മൾ ഏറ്റവും അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മംഗളവാർത്താകാലത്തിൻ്റെ ഈ 4-ാം ഞായറാഴ്ച മത്തായി സുവിശേഷം അനുസരിച്ചുള്ള ഈശോയുടെ ഈ പിറവിയുടെ അറിയിപ്പ് അതിലേക്ക് എത്തുകയാണ്, പിറവിയിലേക്ക് എത്തുകയാണ്. മത്തായി സുവിശേഷം നമുക്കറിയാം, യൗസേപ്പ് പിതാവിൻ്റെ കണ്ണുകളിലൂടെയാണ് കാര്യങ്ങൾ കാണുന്നത്. യഹൂദർക്കായി എഴുതപ്പെട്ട സുവിശേഷമാണ്. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇന്ന് 1-2 ഞായറാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബ്ലസ് 364 നിങ്ങളിലേക്ക് എത്തുന്നത്. കഴിവതും ഞായറാഴ്ചയെങ്കിലും മുടക്കാതിരിക്കാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷേ തിരിച്ച് നാട്ടിലെത്തി വളരെ ടൈറ്റ് ഷെഡ്യൂളിലായി. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഇന്ന് ഈ തിരുവചന ധ്യാനം, ഈ 4 വായനകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രധാനമായിട്ടുള്ള തീം എന്നറിയോ? എപ്പോഴും ഞാൻ പറയുന്നൊരു ത്രെഡില്ലേ, ത്രെഡ്. ബൈബിളിലാകമാനം ഉള്ളൊരു ത്രെഡാണ് ഇന്നത്തെ 4 വായനകളിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത്. അതെന്താണത്? ദൈവം നമ്മോടൊപ്പമുണ്ട്. ദൈവം നമ്മോടൊപ്പമുണ്ട്. സീനായിൽ ആരംഭിച്ചത്, ക്രിസ്മസിൽ നമ്മൾ നന്നായി തെളിവായി കാണുന്നത്, നിത്യതയിലേക്ക് നമ്മളെ നയിക്കുന്നതായ ചിന്തയാണ് ദൈവം നമ്മോട് കൂടെ. ഇതൊരു പ്രൊഫൗണ്ട് ത്രെഡാണ്. ബൈബിളിലാകമാനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരട്, ഒറ്റ ചരടാണിത്. അതായത് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു, ഹി ഹാസ് ഗോട്ട് എ ഡിസയർ ടു ഡ്വെൽ വിത്ത് ദ ഹ്യൂമൻസ്. നമ്മോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. അതെന്തിനാണത്? നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് തന്നോട് നമ്മെ ചേർത്ത് പിടിക്കാൻ, ആ കൂട്ടായ്മയിലേക്ക് നമ്മെ ചേർത്ത് പിടിക്കുന്ന, ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് പിടിക്കുന്ന ദൈവം. അതായത് നാം വിശ്വസിക്കുന്ന, ഏറ്റുപറയുന്ന ദൈവം വിദൂരത്തിരിക്കുന്ന ഡിസ്റ്റന്റ് ഗോഡ് അല്ല. വിദൂരത്തിരിക്കുന്ന ഒരു ദൈവമല്ല. നിശബ്ദനായ, നമ്മുടെ പ്രാർത്ഥനകളോട്, നമ്മുടെ കണ്ണീരിനോട് നിശബ്ദത പാലിക്കുന്ന ഒരു ദൈവമല്ല. സ്വർഗത്തിൽ പൂട്ടപ്പെട്ട് കിടക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന ഗോഡ് ഹു കംസ് ഡൗൺ, താഴേക്ക് ഇറങ്ങി വരുന്ന, നമ്മോടൊപ്പം നടക്കുന്ന, നമ്മോട് പൊറുക്കുന്ന, നമ്മെ നവീകരിക്കുന്ന, നമ്മളെ വീണ്ടും പുനരുദ്ധരിക്കുന്ന, നമ്മിലൊരാളാകുന്ന ദൈവത്തെയാണ് നമ്മൾ ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുന്നതെന്ന് അപ്പോൾ അതായത് ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായോ? ക്രിസ്മസ് എന്നുള്ളത് ഒരു ഐസൊലേറ്റഡ് ഇവൻ്റ് അല്ല. ക്രിസ്മസ് ദൈവം മനുഷ്യനായെന്ന് പറയുമ്പോൾ ഒരു ഐസൊലേറ്റഡ് ഇവൻ്റ് അല്ല. ഇത് സീനായി മുതൽ ഇങ്ങനെ, അല്ലെങ്കിൽ അബ്രാഹത്തെ വിളിക്കുമ്പോൾ തൊട്ട്, അല്ലെങ്കിൽ ഏദൻ തോട്ടം തൊട്ടേ നമ്മൾ കാണുന്ന കർത്താവിൻ്റെ ശൈലിയാണ് നമ്മോടൊപ്പമായിരിക്കാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. നമുക്ക് ഓരോ വായനകളിലൂടെയും വേഗം യാത്ര ചെയ്യാം. ബൈബിളുള്ളവരെടുക്കാം, ഇല്ലാത്തവർ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക. 1-ാം വായന പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അപ്പം നമുക്കറിയാം ഇന്നത്തെ മെയിൻ ത്രെഡ് ഗോഡ് വിത്ത് അസ്. ദൈവം നമ്മോട് കൂടെ, നമ്മോട് പൊറുക്കുന്ന, നമ്മോട് കരുണ കാണിക്കുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. ഈ പുറപ്പാട് 34-ൻ്റെ പശ്ചാത്തലമുണ്ട്. 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന എന്താ? സ്വർണ്ണക്കാളക്കുട്ടി, അല്ലേ? ഇസ്രായേലിൻ്റെ
ഇൻഫിഡലിറ്റി, അവിശ്വസ്തതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം കർത്താവ് എഴുതി നൽകിയ, കൈപ്പടയിൽ എഴുതി നൽകിയ കൽപ്പനകൾ എറിഞ്ഞുടയ്ക്കപ്പെടും. ഉടമ്പടി, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമാണെന്നുള്ള ഉടമ്പടി തകർക്കപ്പെട്ടുവെന്ന് നമുക്ക് തോന്നുന്ന പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നതാണ് 34 അധ്യായം നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗം. 1-ാം വാക്യം തന്നെ വെച്ചാൽ കർത്താവ് പറയുകയാണ്, പഴയത് ഉടഞ്ഞു പോയതിനെ നമുക്ക് നേരെയാക്കാം. ഗോഡ് റീസ്റ്റോഴ്സ് വാട്ട് ഈസ് ബ്രോക്കൺ. ഉടഞ്ഞു പോയതിനെ, പിളർക്കപ്പെട്ടു പോയതിനെ കർത്താവ് വീണ്ടും നവീകരിക്കുകയാണ്. അപ്പോൾ നമുക്കുള്ള ധ്യാനം, കർത്താവിൻ്റെ കൃപ നമ്മുടെ പാപങ്ങളെക്കാൾ വലുതാണ്. കർത്താവിൻ്റെ കരുണ നമ്മൾ ചെയ്തു വെച്ച ഏത് പാപത്തേക്കാൾ വലുതാണ്. കർത്താവ് നമുക്ക് ഒരു സെക്കൻഡ് ചാൻസ് തരികയല്ല, മറിച്ച് വീണ്ടും തുടങ്ങുകയാണ്. ഇറ്റ് ഇസ് നോട്ട് നിയർലി എ സെക്കൻഡ് ചാൻസ് ബട്ട് എ ന്യൂ ബിഗിനിങ്. ഓരോ തവണ വീണു പോകുമ്പോഴും കർത്താവ് പറയുകയാണ്, കർത്താവ് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്, സാരമില്ല, നമുക്കത് മായ്ച്ചു കളയാം, നമുക്ക് വീണ്ടും തുടങ്ങാമെന്ന് പറയുന്ന കർത്താവിൻ്റെ കരുണയാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മോടൊപ്പമായിരിക്കാൻ, നമ്മോട് ഉടമ്പടിയിൽ ബന്ധത്തിലായിരിക്കാൻ കർത്താവ് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. അത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 1-ാം വായനയിൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ? ക്രിസ്മസ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ്. ഇവിടെ ക്രിസ്മസ് നമ്മൾ മുൻപേർ കാണുകയാണ്. പുറപ്പാടിൽ അവിശ്വസ്തത കാണിച്ച, കർത്താവിൽ നകന്നു പോയ ഒരു ജനത്തെ കർത്താവ് വീണ്ടും ഇറങ്ങി വന്ന് റീസ്റ്റോർ ചെയ്യുന്നു, പുതുക്കുന്നു, നവീകരിക്കുന്നു. ക്രിസ്മസും അത് തന്നെയല്ലേ? നഷ്ടപ്പെട്ടു പോയ, അകന്നുപോയൊരു ജനത്തെ തേടി വീണ്ടും കർത്താവ് വരുന്നു. അപ്പോൾ ക്രിസ്മസ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ഇൻ എക്സഡസ് ചാപ്റ്റർ 34. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തത് സക്കറിയായുടെ പുസ്തകം, 2-ാം വായന. സക്കറിയായുടെ പുസ്തകം 2-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പശ്ചാത്തലം എന്താ? പുറപ്പാടിൻ്റെ പശ്ചാത്തലമേ അല്ല, ഇവിടെ മാറി. പോസ്റ്റ് എക്സിലിക് പീരീഡാണ്, വിപ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ ജനത എങ്ങനത്തെ ജനതയായിപ്പം? വിപ്രവാസങ്ങൾക്ക് ശേഷം വൂണ്ടഡ്, മുറിവേറ്റ ഒരു ജനത, ചെറിയ അജഗണം, ഒരു നേർത്തു പോയി ഈ സമൂഹം. ഇൻസെക്യൂർഡ്, ഒത്തിരി ഭയപ്പാടിൽ നടക്കുന്ന, തകർക്കപ്പെട്ടു പോയൊരു ദേവാലയം. പുനരുദ്ധരിക്കാൻ ശ്രമിച്ചെങ്കിലും പഴയ മഹിമ പ്രതാപം ഒന്നുമില്ലാത്ത ഒരു വീക്ക് ദേവാലയം, ഒരു വൾനറബിൾ പീപ്പിൾ. ഇതാണ് കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റിലേക്കാണ് കർത്താവ് വന്നിട്ട് പറയുന്നത്. നിങ്ങൾ 10-ാമത്തെ വാക്യം വായിക്കണം. നിങ്ങളുടെ ബൈബിളിൽ വായിക്കുകയാണെങ്കിൽ, ഐ വിൽ കം ആൻഡ് ഡ്വെൽ ഇൻ യുവർ മിഡ്സ്റ്റ്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളുടെ ഇടയിൽ വസിക്കുകയും ചെയ്യും. 10-ാം വാക്യം, സക്കറിയ 2:10. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടു ഡ്വെൽ എന്നർത്ഥം വരുന്ന ഹീബ്രു വാക്ക് ഷക്കാൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷക്കാൻ. ഇപ്പം ഷക്കാൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് വേറൊരു കണക്ഷൻ കിട്ടും. അവിടെ ഷക്കാനാണ് ഏതിൻ്റെ റൂട്ട്? ഷക്കീന. വന്നിറങ്ങി വസിച്ച ദൈവത്തിൻ്റെ മഹത്വമില്ലേ, ദൈവത്തിൻ്റെ ഗ്ലോറി, ഗോഡ്സ് ഗ്ലോറി, അതിനെ സൂചിപ്പിക്കാൻ പുറപ്പാടിൽ ഉപയോഗിക്കുന്ന വാക്കില്ലേ ഷക്കീന. ആ ഷക്കീനയുടെ റൂട്ട് വേർഡ് ഷക്കാനാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ടു ഡ്വെൽ. കർത്താവ് നമ്മോടൊപ്പം. അതായത് മനസ്സിലാക്കേണ്ടത്, ഹീസ് നോട്ട് ജസ്റ്റ് പേയിങ് എ വിസിറ്റ്, ഒന്ന് സന്ദർശിക്കാൻ വരുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മോടൊപ്പമായിരിക്കാൻ കർത്താവ് ഇറങ്ങി വരുന്നു. ഇനിയുമുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ രക്ഷയുടെ സാർവത്രിക മാനത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് രക്ഷ ഒരു എത്നിക് ഗ്രൂപ്പിലേക്ക്, ഒരു വംശീയ തുടർച്ചയിലേക്ക്, ഒരു വംശ പരമ്പരയിലേക്ക് ചുരുക്കി വെക്കുകയല്ല കർത്താവിനി. കർത്താവ് നമുക്കിടയിലേക്ക് ഇറങ്ങി വന്ന് രക്ഷയെ സാർവത്രികമാക്കുന്നു. അപ്പം എഗെയിൻ നമ്മോട് കരുണ കാണിക്കുന്ന, നമുക്കിടയിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവത്തെ നമ്മൾ തിരിച്ചറിയും. ഇനി സുവിശേഷത്തിലേക്ക് നമുക്ക് നേരെ പോകാം. പള്ളിയിൽ വായിക്കുന്ന ക്രമം 3-ാമത്തെ വായന വെളിപ്പാടാണെങ്കിലും ബൈബിളിൻ്റെ ഓർഡറിൽ നമുക്ക് ആ സുവിശേഷം കൂടെ കേട്ടിട്ട് വെളിപ്പാടിലേക്ക് ചെന്ന് അവസാനിപ്പിക്കാം. സുവിശേഷത്തിൽ യൗസേപ്പ് പിതാവിനോട് സംസാരിക്കുന്നതാണ്. യൗസേപ്പ് പിതാവിൻ്റെ സംശയം, യൗസേപ്പ് പിതാവ് കടന്നു പോകുന്ന ഇൻസെക്യൂരിറ്റി, യൗസേപ്പ് പിതാവിൻ്റെ അനുസരണം, അതെല്ലാം ആ ഭാഗത്ത് നമുക്ക് വ്യാഖ്യാനിക്കാനുണ്ട്. പക്ഷേ ഇന്നത്തെ ആ ത്രെഡിൽ ബന്ധിച്ച് ചേർക്കേണ്ട ഒരു ചിന്ത മാത്രം നമ്മൾ എടുക്കുകയാണ്. 2 പേരുകൾ വെളിപ്പെടുന്നുണ്ട്. ഒന്ന് ജീസസ്, ഈശോ, യേശുവ എന്ന പേര് വെളിപ്പെടുന്നു. 2 ഇമാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. 2ൻ്റെ അർത്ഥം ഒന്ന് കൂട്ടി വായിച്ചേ. ജീസസ്, ഈശോ, യേശുവ എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം എന്താ? ഗോഡ് സേവ്സ്, ദൈവം രക്ഷിക്കുന്നു. ഇമാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ. കൂട്ടി വായിച്ചേ. ദൈവം നമ്മെ രക്ഷിക്കുന്നത് വിദൂരത്തിരുന്നല്ല, ദൈവം നമ്മെ രക്ഷിക്കുന്നത് നമ്മോടൊപ്പമായിരുന്നു കൊണ്ടാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഹൃദയം, ദ ഹാർട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി.
അതായത് വിദൂരങ്ങളിൽ ഇരുന്ന് നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമല്ല, നമ്മോടൊപ്പമായിരുന്ന് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കർത്താവിൽ തിരിച്ചറിയുന്നതെന്ന് മനസ്സിലാക്കണം. സഭാപിതാവായ അത്തനേഷ്യസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം എങ്ങനെയാണ്? വാട്ട് വാസ് നോട്ട് അസ്യൂംഡ് കനോട്ട് ബി ഹീൽഡ്. വാട്ട് വാസ് നോട്ട് അസ്യൂംഡ് കനോട്ട് ബി ഹീൽഡ്. അപ്പം എന്താ അർത്ഥം? ഈശോ എന്ത് ചെയ്തു? ഈശോ ഹ്യൂമാനിറ്റിയെ അസ്യൂം ചെയ്തു, എന്നിട്ട് അതിനെ സുഖപ്പെടുത്തി. അതായത് ടു ഹീൽ, ടു സേവ് ദ ഹ്യൂമാനിറ്റി, ഹി ജസ്റ്റ് എൻറ്റേർഡ് ഇൻടു ഇറ്റ്. അവൻ മനുഷ്യനായി അവതരിച്ച് മനുഷ്യനെ വീണ്ടെടുത്തു. വാട്ട് വാസ് നോട്ട് അസ്യൂംഡ് കനോട്ട് ബി ഹീൽഡ്. നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് അവൻ നമ്മെ സുഖപ്പെടുത്തി. ഇനി നിങ്ങൾ റെവലേഷൻ വായിക്കണം. ഇന്നത്തെ 4 വായനകളും വായിക്കാൻ ഞാൻ പറയാറുണ്ട്. അങ്ങനെ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ മിനിമം ഒരു വായനയെ വായിക്കാൻ ഇന്ന് നേരെ ഉള്ളെങ്കിൽ വായിക്കേണ്ടത് വെളിപാട് പുസ്തകമാണ്. വെളിപാട് 21, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കണേ. അതിനകത്ത് എൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. പഴയത് കടന്നുപോയി, പുതിയത് വന്നു. അതായത് ഈ ക്രിസ്മസിൽ നമ്മൾ കാണുന്നതിനെ നിത്യതയിലേക്ക് കൊണ്ടുപോവുകയാണ്. ക്രിസ്മസിൽ നമ്മൾ കാണുന്നതിനെ ഇറ്റേണിറ്റി വരെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ ഈ കാഴ്ച, ഈ ത്രെഡ് വെളിപാട് പുസ്തകം വരെ. ഇനി വേദനയും മുറവിളിയും രോഗവും മരണവും ഇല്ല. കർത്താവ് നമ്മോട് കൂടെ, നാം കർത്താവിൻ്റെ കൂടെ എന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് ഈ പഠനം നമ്മൾ നടത്തിയെങ്കിലും 4 പുസ്തകങ്ങളിലൂടെ ദൈവം നമ്മോടുകൂടെ, ഗോഡ് ഡ്വെൽസ് എമംഗ് അസ് എന്ന ചിന്ത നമ്മൾ ധ്യാനിച്ചെടുത്തു. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളതിനെ എടുത്തേ. എങ്ങനെ അതിനെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ പ്രൊട്ടക്ഷനേക്കാൾ, കർത്താവിൻ്റെ പവറിനേക്കാൾ, അതായത് അവൻ നൽകുന്ന സംരക്ഷണത്തേക്കാൾ, അവൻ്റെ അധികാരത്തേക്കാൾ, അവൻ്റെ ശക്തിയേക്കാൾ, അവൻ നൽകുന്ന അനുഗ്രഹങ്ങളേക്കാൾ നമ്മൾ പ്രാധാന്യത്തോടെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് അവൻ്റെ പ്രസൻസ് ആണ്, കർത്താവിൻ്റെ സാന്നിധ്യമാണ്. കർത്താവ് കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് എന്താ? ഒന്നാമത്തത്, അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക, പേടിക്കാതിരിക്കുക. കർത്താവ് കൂടെയുണ്ട്. തിരുവചനം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. സീനായിൽ ആരംഭിച്ച് ക്രിസ്മസിൽ നമ്മൾ തെളിവോടെ കണ്ട് നിത്യതയോളം നമ്മൾ ആഘോഷിക്കേണ്ട, ഏറ്റുപറയേണ്ട ഒന്ന്, കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക. അതുകൊണ്ട് നീ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കാതിരിക്കുക. കർത്താവ് കേവലം സെക്കൻഡ് ചാൻസ് തരുന്ന ഒരാളല്ല, മറിച്ച് എല്ലാം പുതിയതായി തുടങ്ങുന്നതാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. അത്തരമൊരു അനുഭവമായി ഇത്തവണത്തെ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ മാറാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ഈശോ മിശിഹായേ, ഞങ്ങളോടൊപ്പമായിരിക്കാൻ കൊതിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് നിന്നോട് ചേർന്നിരിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.